അപ്പൊ ഗൈസ്, ഞാൻ കരഞ്ഞു മെഴുകിയ വീഡിയോ കണ്ടിട്ട് ആൾക്കാരൊക്കെ ഇപ്പം എനിക്ക് മെസ്സേജ് അയക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഇൻബോക്സിലൊക്കെ വന്ന് പറയുകയോ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ആക്ച്വലി ഞാൻ ഒരു 2 ആഴ്ച മുന്നേ കൊടുത്ത ഇന്റർവ്യൂ ആണ്. 2 ആഴ്ച എന്നാ കൊടുത്ത 19 20 എനിക്ക് ഡേറ്റ് ഒന്നും ഓർമ്മയില്ല. എനിക്ക് ഒരു 2-3 ആഴ്ചയായിട്ട് ഒരു സ്ഥലകാല ബോധമില്ലാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നു, ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് തന്നെ ബോധമില്ല. എവിടേക്കോ പോകുന്നു, ഫുൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നു, എങ്ങനെയൊക്കെയോ പോയി എന്തൊക്കെയൊക്കെയോ പഠിപ്പിക്കുന്നു. അങ്ങനെ ഫുള്ള് കിളി പോയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഈ കിളി പോയതിന്റെ പ്രൈമറി സ്റ്റേജിലാണ് ഞാൻ കരഞ്ഞത്. അതിൽ നിന്ന് തന്നെ ഞാന് കുറെ റിയലൈസ് ചെയ്ത് ഇപ്പം കുറച്ചൊക്കെ മൂവ് ഓൺ ആയി. അതുകൊണ്ട് ഞാനിപ്പോ ഓക്കെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ 2 ആഴ്ച മുന്നേ ചെയ്ത വീഡിയോ ആണ്. 2 ആഴ്ച മുന്നേ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ്, ഒരുപാട് ഹീറ്റൊക്കെ എനിക്കെതിരെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒട്ടും സഹിക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോ ഞാൻ കരഞ്ഞു പോയതാണ്. ഞാൻ കരയണമെന്നൊന്നും വിചാരിച്ചില്ല. ഞാനൊരു ഓൺലൈൻ മീഡിയയുടെ മുന്നിൽ ഒരിക്കലും കരയുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ കരഞ്ഞു പോയതാണ്. കുറെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തിനാ കരയുന്നത്, നിങ്ങൾ സ്ട്രോങ് ആണ്, അങ്ങനെ ഇങ്ങനെ ചക്ക വാങ്ങാതെ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ സ്ട്രോങ് എന്ന് പറഞ്ഞിട്ട് ഇരുമ്പും കല്ലും ഒന്നും അല്ല നമ്മൾ കരയാതിരിക്കാൻ വേണ്ടി. നമ്മൾ ചില സമയത്ത് എന്താ പറയാ, നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ കരയാ, അത്രേ ഉള്ളൂ. പിന്നെ എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, ഞാൻ ഭയങ്കര ഒരു കരയുന്ന ആളാണ്. ഇപ്പോ ഇത് കുറച്ചു കാലം മുമ്പ് തുടങ്ങിയ ഒരു പരിപാടിയാണ്. കാരണം എന്റെ ഒരു ഫ്രണ്ട് സൂയിസൈഡ് ചെയ്തു. അപ്പം തൊട്ട് ഞാൻ ഫുൾ മെന്റലി വീക്കാണ്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ എപ്പോഴും 24 മണിക്കൂറില്ല, ഒരു എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഒരാള് സൂയിസൈഡ് ചെയ്തു. അപ്പം തൊട്ട് എനിക്ക് ഫുൾ കുറച്ച് പ്രശ്നങ്ങൾ ഇളകിയതാണ്. അപ്പൊ ഞാൻ ഭാവനയുടെ ഒരു സിനിമ ഉണ്ട്, അതിനകത്ത് ഇങ്ങനെ അവളിങ്ങനെ പറയുന്നുണ്ട്, ഒരു ക്യാരക്ടർ ഇങ്ങനെ ഞാൻ ടേക്ക് കെയർ ചെയ്യാത്തോണ്ടല്ലേ എന്റെ ഒരാൾ മരിച്ചെന്നൊക്കെ പറഞ്ഞ് സൂയിസൈഡ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം തൊട്ട് ഇതെനിക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഞാനിപ്പോഴും എന്റെ ഫ്രണ്ട് മരിച്ചതിനെ പറ്റി ഞാനിപ്പോഴും ഇങ്ങനെ എനിക്ക് കുറെ കുറ്റബോധമൊക്കെ ഉണ്ട്. അതായത് ഞാൻ അവള് വിളിച്ചില്ല, ഞാൻ കറക്റ്റ് സമയത്ത് ഇന്റർവ്യൂ ചെയ്തില്ല, അതുകൊണ്ട് അവള് മരിച്ചില്ല, ഇനി അവള് മരിക്കില്ല, ഇങ്ങനത്തെ കുറ്റബോധമൊക്കെ നമുക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ അതിന്റെ കുറെ അന്വേഷിച്ച് റീസൺ ഒക്കെ കിട്ടി. അങ്ങനെ ഓൾറെഡി ഞാനൊരു ഷാറ്റേഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് ഈ ഒരു സൈബർ ബുള്ളിങ് ഒക്കെ വന്നത്. അപ്പം ഞാനിപ്പോ തന്നെ കുറച്ച് കര കയറി. പിന്നെ നമുക്കിതുപോലെ ഒരു ബാഡ് അവസ്ഥ വരുമ്പം നമ്മുടെ കൂടെ വലിയ രീതിയിലുള്ള ആൾക്കാരൊന്നും ഉണ്ടാവില്ല. എന്റെ കൂടെ വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, വളരെ കുറച്ച് ആൾക്കാർ, വീട്ടിലുണ്ടാവുന്ന 3-4 പേരുണ്ടായിരുന്നു, വളരെ കുറച്ച്. അവരുടെ കൊണ്ട് ഭാഗ്യം ഒന്നിനെ ഓവർകം ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞത്, അതായത് നമ്മളിങ്ങനെ ഇമോഷണലി ഭയങ്കര പ്രശ്നത്തിൽ ഇരിക്കുമ്പോൾ, നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ലൈഫിൽ വരുമ്പം നമ്മുടെ ലോജിക്ക് വർക്കാവത്തില്ല. ലോജിക്കൽ തിങ്കിങ്, റീസണിങ് ഒന്നും വർക്കാവത്തില്ല. നമ്മൾ അത്രയൊക്കെ ഇതൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരെന്നുള്ളും ചില സിറ്റുവേഷൻ നമുക്കത് വർക്കാവത്തില്ല. അപ്പോ അങ്ങനെ, അതായത് ഇപ്പൊ എനിക്കിങ്ങനെ ഒരു ബാഡ് അവസ്ഥ വന്നപ്പോ ഞാനിങ്ങനെ വിചാരിച്ചപ്പോ എനിക്ക് ആരുമില്ല. എന്റെ മനസ്സിൽ എന്റെ ഒരു ആളുടെ മുഖം പോലും പ്രത്യക്ഷപ്പെടുന്നില്ല. ഇപ്പൊ എല്ലാവരും വിളിച്ച് പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയ കാണുന്ന കുറച്ച് വിഭാഗം ആൾക്കാര് പറയുന്നത് ചോദിച്ചാൽ ഒത്തിരി ആൾക്കാർ സൈലന്റ് ആയിട്ടുണ്ട്, അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന സൈലന്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും കാണുന്നില്ല. നമ്മൾ ഈ മൊത്തം നമ്മുടെ ഇവിടുത്തെ റിവ്യൂ അത് മാത്രമല്ലേ കാണുന്നുള്ളൂ. അപ്പോ നമ്മുടെ മുന്നിലേക്ക് ഒരാളുടെ പോലും മുഖം വരത്തില്ല. ലോജിക്ക്, റീസണിങ് ഒന്നും വർക്കാവത്തില്ല. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ റിഫ്ലക്ട് ബാക്ക് ചെയ്തത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ആ റിഫ്ലക്ട് ബാക്കിനെ പറ്റി ഞാൻ വീഡിയോ ഇട്ടുണ്ട്, എങ്ങനെയാണ് ഹെയ്റ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, വലതുപക്ഷ അജണ്ട. ഞാൻ റിഫ്ലക്ട് ബാക്ക് ചെയ്ത് ചിന്തിച്ചപ്പോഴാണ് ഇത് സൈബർ ബുള്ളിങ് അല്ല, മോണിറ്ററി ബെനിഫിറ്റ്, ഇതിനെല്ലാം ഓക്കെ ഉള്ളതിന് ഏറ്റവും അടി കിടക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയ അജണ്ടനെ പറ്റി എനിക്ക് മനസ്സിലായത്. അത് മനസ്സിലായപ്പോ എന്റെ മൈൻഡ്, ഇതാണ് ഇതിന്റെ കാര്യം, ഇതാണ് ഇതിന്റെ ലോജിക്ക്, ഇതാണ് ഇങ്ങനെ കറക്റ്റ് ഒരു എന്റെ മനസ്സിന് സ്വന്തം ബോധ്യപ്പെട്ടപ്പോ ഞാൻ ഓക്കെ ആയി. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞാൽ, നമ്മുടെ ഇവിടെ ഈ ഹെൽപ്പ് ചോദിക്കുന്നത് ഭയങ്കര മോശം കാര്യമായിട്ട് നമ്മുടെ മനസ്സിൽ ചെറുപ്പത്തിൽ അടിച്ചേൽപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ പറയും ഹെൽപ്പ് ചോദിക്കാം, ഓക്കെ, പക്ഷെ ഹെൽപ്പ് ചോദിക്കുന്നതിനെ എന്താ പറയാ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാളാ ഈ സാധനമൊക്കെ ഇല്ലേ, ഹെൽപ്പ് ചോദിക്കുന്നതിനെ ഭയങ്കര എന്നാ മോശം കാര്യമായിട്ട് ആൾക്കാർ, അതായത് നമ്മളൊരാളോട് ഒരു സിറ്റുവേഷനിൽ ഹെൽപ്പ് ചോദിച്ചാൽ അത് മോശമാണ് എന്നുള്ളൊരു നമ്മളുടെ മനസ്സിൽ ചെറുപ്പത്തിലെ ആക്കി തന്നിട്ടുണ്ട് ആരൊക്കെയോ. അത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പൊ ഞാൻ ഈ സൈക്കോളജിക്കലി എന്തൊക്കെ, ഞാൻ നല്ല നല്ല പേജൊക്കെ ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കുറച്ച് നല്ല കണ്ടന്റ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ വായിച്ചിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴോ വായിച്ചൊരു കാര്യമാണ് ഹെൽപ്പ് ചോദിക്കുന്നത് തെറ്റല്ലെന്ന്.
അപ്പൊ ഞാൻ എന്റെ എനിക്ക് ഒരു അവസ്ഥയില്ല. ഞാൻ ഹൗ ടു പ്രിവെന്റ് സൂയിസൈഡ് ഇതൊക്കെ ഞാൻ അടിച്ചു നോക്കിയിട്ടുണ്ട് ചാറ്റ് ജിപിറ്റിയിൽ. അപ്പൊ ചാറ്റ് ജിപിറ്റി പറഞ്ഞു മുന്നിൽ കാണുന്ന 5 കാര്യത്തെ പറ്റി 5 കാര്യത്തെ നെയിം ചെയ്യ്, 5 സ്മെൽ അല്ല 5 ടേസ്റ്റ് ഫീൽ ചെയ്യുക, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോ ഞാന് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഞാനായതുകൊണ്ട് സൂയിസൈഡ് ചെയ്തില്ല, കാരണം എനിക്ക് ജീവിക്കണമല്ലോ. ഞാനന്നേരം ചാറ്റ് ജിപിറ്റി ഗൂഗിളിലെല്ലാം പോയി അടിച്ചു നോക്കി ഹൗ ടു പ്രിവെന്റ് സൂയിസൈഡൽ ടെൻഡൻസി, ഹൗ ടു. അപ്പൊ അവര് ഒന്ന് പുറത്തിറങ്ങി പോവാ, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് കട്ടായി പോകുന്നു. അപ്പം ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് ഒട്ടും മോശമുള്ള കാര്യമില്ല. ഞാൻ എന്നിട്ട് എന്താ അറിയോ, എന്നെ ഇങ്ങോട്ടൊന്നും ആരും വിളിച്ചൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്തു, അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചു. എനിക്ക് പരിചയമുള്ള ആൾക്കാർക്ക് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചു. എനിക്ക്